ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് പുട്ടുപ്പുമാവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. റവ പുട്ടിന് നനയ്ക്കണോണം നനച്ചിട്ട് ആവിയിൽ പുട്ടുമാരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആവിയായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ ഉപ്പുമാവിന് ഉണ്ടാക്കണ എല്ലാ സാധനങ്ങളും സബോള, എന്താ പറയുക, ഇത് പച്ചമുളക്, ഇഞ്ചി, എല്ലാത്തരം നട്ട്സുകൾ, കുറച്ച് എണ്ണ, നെയ്യ്, ഇത്രയ്ക്ക് വേണ്ട. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുമ്പോൾ കാണിക്കാം കേട്ടോ. കുറച്ച് ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിക്കുക. എണ്ണയിലേക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിക്കുക. ആദ്യം നമുക്ക് കടുകിടും. എടുത്ത് വെച്ചില്ല. ആദ്യം നമുക്ക് കടുകിടും. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് ഉഴുന്നും പരിപ്പിടാം. കുറച്ച് കടലപ്പരിപ്പിടാം. കുറച്ച് എല്ലാ നട്ട്സുകളും ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്, അതും കൂടി ഇടാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞത് ഇതിലെ നട്ട്സുകൾ നിറയെ ചേർക്കണത്. എന്തൊക്കെ കിട്ടണോ അതൊക്കെ ഇതിൽ വാരിയിട്ടോ. നട്ട്സാണ് അത് ഏറ്റവും ടേസ്റ്റ്. പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ഇടാം. എനിക്കിവിടെ ഉള്ളി കഴിഞ്ഞിരിക്കുക, അത് കാരണം ഞാൻ സബോളയാണ് ചേർക്കുന്നത്. അടുത്തത് കുറച്ച് ഇഞ്ചി ഇടാം. പച്ചമുളക് ഇട്ടു. അടുത്തത് സബോള ഇടാം. ഇതെല്ലാം ഒന്ന് എല്ലാ നട്ട്സും ഇഞ്ചിയും പച്ചമുളകും സബോളയൊന്ന് നല്ല വഴറ്റിയിട്ട് നല്ല മൊരിഞ്ഞതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ച ഈ റവ പുട്ട് അതിലിട്ട് മിക്സ് ചെയ്യണം. അവസാനത്തിരി കറിവേപ്പില നെയ്യ് ഒഴിച്ച് ചേർക്കണം. അപ്പം ഇതിവിടെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഈ റവ വേവിച്ച് വെച്ച റവ പുട്ട് ഇതിലേക്ക് ഇടാം. കുറച്ച് നെയ്യ് മേലെ വയ്ക്കാം. ഇതാദ്യം നമ്മളിത് വേവിച്ചതല്ലേ, പുട്ടിനെ നനയ്ക്കണ മാതിരി. അതുകൊണ്ട് പിന്നെ അത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ നമ്മളിത് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്. നല്ല ടേസ്റ്റാണ്. ഉപ്പുമാവ് കഴിക്കാത്തവർ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. പുട്ടുപ്പുമാവെന്നാണ് ഇതിന് പേര് കേട്ടോ. സൂപ്പർ സാധനം. നെയ്യ് ഒഴിക്കണം കേട്ടോ.
അവസാനം കുറച്ച് നെയ്യ് ഒഴിക്കും. പിന്നെ അതിന് മേലെ മുഖ്യം നട്ട്സുകൾ ചേർക്കണതാണ്. ബദാം, അണ്ടിപ്പരിപ്പ്, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ, ഉഴുന്നമ്പരിപ്പ്, കടലപ്പരിപ്പ്, പംകിൻ സീഡ് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇതിൽ ചേർക്കാവുന്നതാണ്. ഞാൻ കയ്യിൽ കിട്ടിയതൊക്കെ വാരിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ശരി, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചോളാം. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യണത് എനിക്കൊരു ആരും ഹെൽപ്പിനൊന്നുമില്ല, അത്രയും ഒന്നും അറിയില്ല. ഇത് ചെയ്യണത് എനിക്കൊന്ന് സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒന്ന് സഹായിച്ചോളാം, സപ്പോർട്ട് ചെയ്തോളാം. അപ്പോൾ ശരി, ബൈ.